അതെന്റെ സ്വന്തം ഹെഡ്സെറ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. എന്താ അറിയാം അത് ഏതാണ് ട്രാക്ക് ഇട്ടത്? അത് എന്താ പാട്ടാണ്? മൈക്കിൾ ജാക്സൺ അല്ലല്ല, സിനിമയിൽ സിബിയിലാണോ? നീയാണോ മൈക്കിൾ ജാക്സൺ? സിബിയിലാണോ അത്? ഫസ്റ്റിലുള്ള സോങ് അല്ലേ? ഫസ്റ്റും ഓക്കെ അത് ചെയ്ത ട്രാക്കാണ്. അല്ലാതെ ഇതൊക്കെ എന്തിനാണ് അവര് പറഞ്ഞു, ഞാൻ വെച്ചു. അത് വെച്ച് കഴിയുമ്പോ ായിട്ടുള്ളൊരു കോംബോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അപ്ഡേഷൻ ഒന്ന് പറയാമോ? അതുകൊണ്ടോ ഞാൻ എവിടെയും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ അൻപർഷിയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. എല്ലാവർക്കും ആഗ്രഹമാണല്ലോ അതിന്. ലാലേട്ടൻ ആരായി നമുക്കൊന്നും തീരുമാനിച്ചിട്ടില്ല. മാസമായിരിക്കും തീരുമാനിച്ചിട്ടില്ല. പ്രോജക്റ്റ് ഉണ്ട്, അത്രയും. ഇവിടെ ഇറങ്ങുന്ന എല്ലാ സിനിമകളിലെയും റിവ്യൂ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പോസിറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോകുന്നു. എല്ലാവരും ഒരു നെഗറ്റീവ്, ആ പടത്തിന്റെ കറക്റ്റ് റിവ്യൂ ഇപ്പൊ ഓൺലൈൻ മാധ്യമങ്ങളിൽ വരാറില്ല. ആകെ ഒരു അശ്വിൻ ഗോപ്പൊക്കെയാണ് അത്യാവശ്യം 90% എങ്കിലും ഒരു സിനിമയുടെ റിവ്യൂ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ പലരും ഈ പോസിറ്റീവ് റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ പോയിട്ട് വളരെ വിഷമത്തോടെ ആ പടം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടം ഇറങ്ങുമ്പോൾ അതിന്റെ കറക്റ്റ് റിവ്യൂ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ കറക്റ്റ് പൾസ് അറിയണമെങ്കിൽ ആ പടം OTT വേണം. അതിന്റെ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് പൊന്മ എന്ന സിനിമ. പൊന്മ എന്ന സിനിമ ഇതേപോലെ എല്ലാ പടത്തിനും നല്ല റിവ്യൂ കൊടുത്തതിന് ശേഷം അങ്ങനെ വിചാരിച്ച് പലരും തിയേറ്ററിൽ പോയില്ല. ആ പടം അക്ഷരാർത്ഥത്തിൽ മലയാളത്തിൽ ഏറ്റവും ബെസ്റ്റ് മൂവീസ് ഒന്നാണ്. അല്ല, ഐ മീൻ കുറെ എല്ലാ പടവും ഇഷ്ടപ്പെടുന്ന ഒരാളിൽ ഒരു പടവും നമുക്കൊന്നും അല്ല നിന്റെയാന്ന് പറയണത്. സുഹൃത്തെ 90% പറഞ്ഞോളൂ. ബാക്കിയുള്ളവരെന്ന് പറയണ്ടേ? ഞാൻ കാണാറുണ്ട്. ഞാൻ അശ്വിന്റെ റിവ്യൂ കാണാറുണ്ട്. എനിക്കത് വർക്കാവുന്നുണ്ട്. ചിലതൊക്കെ, എല്ലാമല്ല. എന്താ പറഞ്ഞേ? ഫസ്റ്റ് ഇപ്പൊ എന്താ നിന്റെ ചോദ്യം? ഒരു സിനിമ ഇറങ്ങിയാലാണ് അതിന്റെ റെസ്പോണ്ട് അറിയാൻ പറ്റുന്നുള്ളൂ. കാരണം അന്നേരമാണ് പ്രേക്ഷകരെല്ലാം കൂടുതൽ പേരും ആ സിനിമകൾ കണ്ടിട്ട് അതിന്റെ റിവ്യൂ നമുക്ക് ട്രോളായിട്ടും അതിന്റെ റെസ്പോൺസ് വരാറുണ്ട്. അതായത് ഒരു സിനിമ എന്താണ് കറക്റ്റ് റിവ്യൂ എല്ലാവരും പറയാറുള്ളതെന്നാണ് എന്റെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ കറക്റ്റ് റിവ്യൂ ആരും കറക്റ്റ് പറയുന്നില്ല. അവർക്ക് അവരുടെ സെൻസിബിലിറ്റി വെച്ചിട്ട് അവര് പറയാൻ പറ്റുള്ളൂ. ഓരോരാൾക്കും ഓരോ ബുദ്ധി ആലോചനയല്ലേ. അതൊക്കെ നീ ഇപ്പൊ ഇതിനോട് നീ എന്താ കറക്റ്റ് ആയിട്ട് റിവ്യൂ പറയാതെന്ന് വെച്ചാൽ നമുക്ക് ഒരുത്തിനെ പിടിച്ച് അടിക്കാൻ പറ്റുമോ? നിന്റെ ചോദ്യം ഭയങ്കര അടിസ്ഥാനമായിരുന്നു. ഞാൻ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ അതിനാണ് പറഞ്ഞത്, സിനിമ വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നിനക്ക് ഇപ്പൊ പൊന്മാൻ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചോ, ഇവിടെയുള്ള എല്ലാവർക്കും പൊന്മാൻ ഇഷ്ടപ്പെടണമെന്നില്ല. നീ പറയണം പൊന്മാൻ ഗംഭീര സിനിമയാണെന്ന്. പക്ഷെ ഈ പൊന്മാൻ ഇഷ്ടപ്പെടാത്ത എത്രയോ പേരുണ്ടാവും. നമുക്ക് ഉണ്ടാവും. അതാ പറ, അത്രയുള്ള റിവ്യൂന്റെ കേസ് സിമ്പിൾ അല്ലേ? റിവ്യൂന്റെ കേസ് നീ ഒരാളെ വിശ്വസിച്ചിട്ടല്ലോ റിവ്യൂ കണ്ടിട്ടാണോ നീ സിനിമക്ക് പോകുന്നത്? ചിലപ്പോ ആയിരിക്കും. നിന്റെ കേസിലല്ല. അപ്പൊ പിന്നെ അത്രയുള്ളൂ അതിനുള്ള ഉത്തരം. അതുകൊണ്ട് നീ എന്നോട് ചോദിക്കാം എന്തുകൊണ്ടാണ് റിവ്യൂസ് കറക്റ്റായിട്ട് റിവ്യൂ? ഞാൻ റിവ്യൂ അല്ല. നാളെ ഞാൻ റിവ്യൂ അവിടെ അടി ഉണ്ടാക്കില്ല. അത്രയുള്ളത്. റിവ്യൂ ഇതൊക്കെ അടിസ്ഥാനപരമായ റിവ്യൂ എന്തിനാന്ന് എനിക്കറിയാമോ? എന്തിനാ? എല്ലാം നീ ചോദിച്ചെന്ന് വെച്ചാ എന്താണ് ഇവരൊന്നും കറക്റ്റ് പറയാത്തെന്നുള്ളതാണ് നമ്മളെ ചോദ്യം. പിന്നെ ഇപ്പൊ നമ്മൾ OTT കേസ് നീ ചോദിച്ചാല് OTT വരുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് അറിയുന്നത്. അത് തെറ്റാ. കാരണം അറിയാമോ,
ചില സിനിമകൾ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം, മനസ്സിലായില്ല. അപ്പൊ ഞാനൊരു സിനിമ ഇതേപോലെ സിനിമ തിയേറ്ററിൽ കണ്ടു, ഓക്കെ. എനിക്ക് ആ സിനിമ തിയേറ്ററിൽ കണ്ടില്ല, കാണാത്ത സിനിമ ഞാൻ OTT അത് തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്, ഓക്കെ. ആ സിനിമ കണ്ടിട്ട് പിന്നെ ഞാൻ OTT വരുമ്പോൾ കാണുന്ന സമയത്ത് ഞാൻ ഇതേപോലെ തന്നെ ഞാനൊരു ഡിസ്കഷനിൽ എനിക്കൊന്ന് അശ്വന്റെ അടുത്ത് ആരുടെ തന്നെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ്, ഇത് ഭയങ്കര അഭിപ്രായമുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് അശ്വൻ തന്നെ പറഞ്ഞു, ഇത് റിവ്യൂർ തന്നെയാണ്. അവൻ പറഞ്ഞത് ഞാനത് തിയേറ്ററിൽ കാണണം, തിയേറ്ററിൽ ആ സൗണ്ട് അല്ലെങ്കിൽ ആ സൗണ്ടിന്റെ കൂടെയും അല്ലെങ്കിൽ ആ തിയേറ്ററിൽ നമുക്കത് ആ ഒരു ഇത് പരിപാടി വേറെ തന്നെയാണ്. അത് ചില സാധനങ്ങൾ അങ്ങനെ കണ്ടാലും മാത്രമേ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു വലിയ മോബിന്റെ കൂടെ ഒരു മാസിന്റെ കൂടെ കാണുമ്പോൾ ചില സിനിമകൾ നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, ചില തമാശ സിനിമകൾ, ചില ത്രില്ലർ. പക്ഷെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്ന സമയത്ത് നമുക്കെല്ലാം ചിലപ്പോൾ നമുക്ക് എല്ലാ പാളിച്ചകളും മനസ്സിലാവും. നമ്മൾ 2-3 ദിവസമൊക്കെ എടുത്തിട്ടില്ല പല സിനിമകളും കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് അവൻ കറക്റ്റായിട്ട് റിവ്യൂ പറയാത്തത്? നമ്മൾ റിവ്യൂ നോക്കിയിട്ടാണോ? ചിലപ്പോൾ എത്രയോ ആൾക്കാർ റിവ്യൂ നോക്കി പോകുന്ന ആൾക്കാരാണ്, പോകുന്നവർ പോട്ടെ, നീ അങ്ങനെ പോകണ്ട. ചേട്ടാ ഒറ്റ കാര്യം കൂടി, വില്ലനെ പറ്റി കൂടെ ഒന്ന് പറഞ്ഞിട്ട്, വില്ലൻ കഥാപാത്രം ചെയ്ത ആളിനെ പറ്റി പറഞ്ഞിട്ട് അതിനെ കുറിച്ച് പറയണോ? അവന്റെ നമ്പർ അതിനാണ് ഞാൻ ആളെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനിടയിൽ നമുക്ക് ഏറ്റവും എല്ലാ റിവ്യൂവിലും യുനാനിമസ് ആയിട്ട് പറഞ്ഞൊരു കാര്യം സിബിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ഗംഭീരമായിരുന്നു. അത് ഈ സിനിമ ഒരു പരിധി വരെ ഞാൻ രാത്രി സിബിക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് അല്ലെങ്കിൽ സിനിമയെ പിടിച്ചു നിർത്തിയത് തന്നെ എല്ലാവരും പറഞ്ഞു. ഞാൻ വായിച്ച കണ്ട എനിക്ക് അയച്ചെന്ന റിവ്യൂസിലൊക്കെ തന്നെ എടുത്ത് പറഞ്ഞ കാര്യം ഈ സിനിമയുടെ സ്കോറിംഗ് ഗംഭീരം. അവസാന വാക്ക് ഡോക്ടർ റോണി. ഇതിനെ കാണാൻ പ്രത്യേകിച്ച് കാരണമൊന്നും നിങ്ങൾ തേടേണ്ട ആവശ്യമില്ല. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിവ്യൂസ് നല്ലതാണ്, അവരുടെ അഭിപ്രായം നല്ലതാണ്, പക്ഷെ അത് സ്വന്തം അഭിപ്രായമായിട്ട് എടുക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുള്ളൂ. അടുപ്പുള്ള ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുപ്പമുള്ള ആരെങ്കിലും സിനിമ കണ്ടിട്ട് അവരോട് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ KGF ചാപ്റ്റർ 1 ഇവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ 2-ന്റെ അത്ര ഓടിയൊരു സിനിമയല്ല. ഞാൻ ശരിക്കും OTT വന്ന ശേഷം കണ്ടതാണ്. അപ്പൊ നമുക്കത് പിന്നെ OTT വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയും അത് ഒരിക്കലും തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാകാൻ പറ്റാത്ത ഒരു സിനിമയാണ്. അപ്പൊ ചില സിനിമകൾ നമുക്ക് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുകയുള്ളൂ. ഇതങ്ങനെ തിയേറ്ററിൽ കാണേണ്ടതായ വിഷ്വലിയും അതുപോലെ തന്നെ ടെക്നിക്കലും ഒക്കെ സൗണ്ടായിട്ടുള്ള നല്ല പെർഫോമൻസിലുള്ള നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക.